പറയാനുള്ളത് ഈ വേദിയിൽ വെച്ചുകൊണ്ട് വിനയത്തിന്റെ ഭാഷയിൽ ആത്മാർത്ഥതയോടെ ഇഖ്ലാസോടെ പറയാനുള്ളത്, ആരും ഞങ്ങളുടെ ഈ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് പറയുന്നില്ല. മാത്രമല്ല, മെമ്പർഷിപ്പ് എടുക്കുന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ്. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പ്രശ്നമുണ്ടാകും, നാട്ടിൽ പ്രശ്നമുണ്ടാകും, ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ ഒരു മാർഗമുണ്ട്, സുഖകരമായ ഒരു മാർഗം. ഞാൻ നമസ്കരിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ എങ്ങനെയാണോ നമസ്കരിച്ചത് അതുപോലെ എനിക്ക് നമസ്കരിക്കണം. ഞാൻ നോമ്പനുഷ്ഠിക്കുമ്പോ എങ്ങനെയാണ് പ്രവാചകൻ നോമ്പനുഷ്ഠിച്ചത് അതുപോലെ എനിക്ക് നോമ്പനുഷ്ഠിക്കണം. അതുപോലെ എന്റെ എല്ലാ കർമ്മപരമായ കാര്യങ്ങളും അല്ലാഹുവിന്റെ ഹബീബ് എങ്ങനെയാണോ പ്രവർത്തിച്ചത് അതുപോലെ പ്രവർത്തിക്കണം. അത് പ്രവർത്തിക്കുമ്പോ അത് ജമാഅത്തുകാരനാണ് അങ്ങനെ ചെയ്യുന്നത് എങ്കിൽ ആളുകൾ നിന്നെ ജമാഅത്തുകാരനെന്ന് വിളിച്ചാൽ നീ ഭയപ്പെടേണ്ടതില്ല. തബ്ലീഗുകാരനാണ് അത് ചെയ്യുന്നത് എങ്കിൽ ആളുകൾ നിന്നെ തബ്ലീഗ് ജമാഅത്തുകാരനെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നതിൽ നീ ഭയപ്പെടേണ്ടതില്ല. അതല്ല, സലഫികളാണ് അങ്ങനെ ചെയ്യുന്നത് എങ്കിൽ ആളുകൾ നിന്നെ സലഫി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നതിൽ നീ ഭയപ്പെടേണ്ടതില്ല. നീ ചെയ്യേണ്ടത് അല്ലാഹുവിന്റെ ഹബീബിനോട് പടച്ച തമ്പുരാൻ സൂറത്ത് യൂസുഫിന്റെ 108 വചനത്തിലൂടെ പഠിപ്പിക്കുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. അതാണ് ഞാൻ നിങ്ങളെ എന്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ ഓതിക്കേൽപ്പിച്ചത്. അല്ലാഹുവിന്റെ ഹബീബ് കർമ്മപരമായ കാര്യങ്ങളും വിശ്വാസപരമായ കാര്യങ്ങളും തന്റെ ജനതയുടെ മുമ്പിൽ വളരെ വ്യക്തമായി അവതരിപ്പിക്കുന്നു. എന്നിട്ട് മഹാനവറുകളോട് അല്ലാഹു പറയുന്നു, നബിയേ ഖുൽ ഹാദിഹി സബീലി, നിങ്ങൾ പറയണം ഇത് എന്റെ മാർഗമാണ്, ഇത് എന്റെ നമസ്കാരമാണ്. ഹാദിഹി സ്വലാത്തി, ഇത് എന്റെ നമസ്കാരമാണ്. സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നമസ്കരിച്ചത് എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചത് അതുപോലെ നമസ്കരിച്ചോ. ഹുദൂ അന്നീ മനാസികക്കും, ഞാൻ എങ്ങനെയാണ് ഹജ്ജ് ചെയ്തത് അതുപോലെ നീ ഹജ്ജ് ചെയ്തോ. അല്ലാഹുവിന്റെ ഹബീബ് ഹജ്ജ് ചെയ്യുമ്പോ മുസ്ദലിഫയിൽ വരുന്നു, സ്വഹാബാക്കളോട് പറയുന്നു ഹുദൂ അന്നീ മനാസികക്കും, മുസ്ദലിഫയിൽ ഞാൻ എങ്ങനെയാണ് രാപ്പാർക്കുന്നത് എന്ന് നിങ്ങൾ പഠിച്ചോ, അത് പ്രവർത്തിച്ചോ. ജംറയിൽ കല്ലെറിയുന്നു, ഹുദൂ അന്നീ മനാസികക്കും, ഞാൻ എങ്ങനെയാണ് കല്ലെറിയുന്നത് എന്ന് നോക്കിക്കോ. തവാഫുൽ ഇഫാദ ചെയ്യുന്നു, ഹുദൂ അന്നീ മനാസികക്കും, എങ്ങനെയാണ് ഞാൻ തവാഫുൽ ഇഫാദ ചെയ്യുന്നത് എന്ന് നോക്കിക്കോ. അറഫയിൽ പ്രവാചകൻ നമസ്കരിക്കുന്നു, അസറും ളുഹറും ജമ്മും കസ്റുമാക്കി നമസ്കരിക്കുന്നു, ഹുദൂ അന്നീ മനാസികക്കും, അറഫയിൽ ഹജ്ജ് ചെയ്യുമ്പോ ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് നീ നോക്കിക്കോ. ഹാദിഹി സബീലി, ഇതാണ് എന്റെ മാർഗം, ഈ മാർഗം നീ സ്വീകരിച്ചോ. പടച്ച തമ്പുരാൻ അവന്റെ ഖുർആനിൽ നബിയോട് പറയുകയാണ്, കുൽ, നബിയെ തങ്ങൾ പറയണം, ഹാദിഹി സബീലി, ഇത് എന്റെ മാർഗമാണെന്ന് നിങ്ങൾ പറയണം. അദൂ ഇലല്ലാഹ്, ഈ മാർഗം സ്വീകരിച്ചാൽ നിങ്ങൾ അല്ലാഹുവിന്റെ സ്വർഗീയാരാമത്തിൽ നിങ്ങൾക്ക് എത്തിപ്പെടാം, അല്ലാഹുവിന്റെ മാർഗക്കാരാവാം. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. അലാ ബസീറ, കൃത്യമായ ബോധത്തോടുകൂടെയാണ്, ഖണ്ഡിതമായ ഉറപ്പോടുകൂടെയാണ് ഞാൻ ക്ഷണിക്കുന്നത്. വമനിത്തബാനി, എന്നെ പിന്തുടർന്ന ആളുകളും കൃത്യമായ ധാരണയോടുകൂടെയാണ് ഈ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്നത്, ക്ഷണിക്കുന്നത്. പടച്ച തമ്പുരാൻ പറയുന്നു മുഹമ്മദ് നബിയോട്, ഇത് എന്റെ മാർഗമാണ്, ഈ മാർഗത്തിലൂടെ മുന്നോട്ട് പോകണം. ഈ മാർഗത്തിലൂടെ മുന്നോട്ട് പോയാൽ നിങ്ങൾ സ്വർഗക്കാരാണ്, നിങ്ങൾ പ്രവാചകന്റെ മുത്തബഈകളാണ്. നോക്കൂ നിങ്ങൾ, അതാണ് സലഫികൾക്ക് പറയാനുള്ളത്. എത്ര ആളുകൾ ആയത്ത് ഉദ്ധരിച്ചാലും, എത്ര ആളുകൾ ഹദീസ് ഉദ്ധരിച്ചാലും, എന്തെല്ലാം കാര്യങ്ങൾ ഇസ്ലാമിന്റെ അഡ്രസ്സിൽ പ്രവർത്തിച്ചാലും, അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകനിൽ നിന്ന് സ്വീകാര്യയോഗ്യമായ പരമ്പരയിലൂടെ ഒരു കാര്യം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ, സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വീകരിച്ചുകൊള്ളൂ. ഇത്രയും സുതാര്യമായ ഒരാദർശത്തിന്റെ തുറന്നിടപ്പെട്ട കവാടം ലോകത്തെ സഹോദരന്മാരെ സലഫികൾ എന്ന് പറയുന്ന ആളുകൾക്കല്ലാതെ പറയാൻ കഴിയില്ല.